നമസ്കാരം. ആലപ്പുഴയിലെ CPM-ലെ എൻകാലത്തെയും വിവാദ നായിക തന്നെയാണ് പ്രതിഭ ഹരി. പലപ്പോഴും CPM നേതൃത്വത്തിനെതിരെ പ്രത്യക്ഷമായും പരോക്ഷമായും വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രതിഭ ഹരി പലരുടെയും ശത്രുപക്ഷത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട്. ആലപ്പുഴ CPM-ലെ വിഭാഗീയതയിൽ പ്രതിഭയുടെ പേരും ഉയർന്നു കേൾക്കുന്ന ഒന്ന് തന്നെയാണ്. പ്രതിഭ ഹരി കോൺഗ്രസിലേക്ക് എന്നും മറിച്ച് BJP-യിലേക്ക് എന്നുമൊക്കെയുള്ള നിരവധി ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ നമ്മൾ കേൾക്കുന്നതാണ്. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം പ്രതിഭ ഹരിയുടെ മകനെ കഞ്ചാവ് കേസിൽ എക്സൈസ് അറസ്റ്റ് ചെയ്തു എന്ന വാർത്ത കൂടി പുറത്തു വരുന്നത്. ഇതിനെ തുടർന്നുണ്ടായിരുന്ന കോലാഹലങ്ങളും ചെറുതൊന്നുമല്ല. ഭർത്താവ് ഹരിയുമായുള്ള വിവാഹമോചന സമയം മുതൽ ഹരിയുടെ ആത്മഹത്യ തുടങ്ങി പല വിഷയങ്ങളിലും പ്രതിഭ ഹരി പലപ്പോഴും വിവാദ നായികയായിട്ടുണ്ട്. SFIയിലൂടെ രാഷ്ട്രീയ പ്രവേശനം നടത്തിയ പ്രതിഭ പിന്നീട് പഞ്ചായത്ത് പ്രസിഡന്റായി, പിന്നീട് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി, പിന്നീട് അങ്ങോട്ട് കായംകുളം MLA വരെയായുള്ള പ്രതിഭയുടെ രാഷ്ട്രീയ വളർച്ച വളരെ പെട്ടെന്നുള്ളതായിരുന്നു. എന്നാൽ ഇതിനിടയിൽ എപ്പോഴോ പ്രതിഭയുടെ ജീവിത പങ്കാളിയും സന്തത സഹചാരിയുമായിരുന്ന സഖാവ് ഹരിയുമായി പ്രതിഭയ്ക്ക് പിരിയേണ്ടി വന്നു. 2001 ഫെബ്രുവരി 4-നായിരുന്നു പ്രതിഭയും ഹരിയും വിവാഹിതരായത്. SFI പ്രവർത്തന കാലത്തെ പ്രണയം ഇരുവരെയും വിവാഹത്തിലേക്ക് എത്തിക്കുകയായിരുന്നു. ഇരുവരുടെയും രാഷ്ട്രീയ ജീവിതത്തിനും കുടുംബ ജീവിതത്തിനും ഇടയിലാണ് ഹരിക്ക് സർക്കാർ ജോലി ലഭിക്കുന്നത്. ശേഷം പൂർണ്ണമായും രാഷ്ട്രീയം ഉപേക്ഷിച്ചുകൊണ്ട് ജോലിയിലേക്ക് മാത്രമായി ഹരി ശ്രദ്ധ കേന്ദ്രീകരിച്ചു. പിന്നീട് അങ്ങോട്ട് ഇരുവർക്കുമിടയിൽ പല അസ്വാരസ്യങ്ങളും സ്വരച്ചേർച്ചകളും ഉണ്ടായി എന്നാണ് അറിയാനാവുന്നത്. എന്തായാലും 2018 ഇരുവരും വിവാഹമോചിതരായി. പിന്നീട് 2019 ഹരി ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. അങ്ങനെ രാഷ്ട്രീയത്തിലും ജീവിതത്തിലും വിവാദങ്ങൾ വിട്ടൊഴിയാത്ത നേതാവാണ് പ്രതിഭ. നിയമസഭയിൽ ചുരിദാർ ധരിക്കുന്നു എന്നതിന്റെ പേരിൽ പോലും വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ള ആളാണ് പ്രതിഭ. എന്നാൽ നിയമസഭ ഒരു വസ്ത്രത്തിനും യാതൊരു വിധത്തിലുള്ള വിലക്കും കൽപ്പിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് പ്രതിഭ അന്ന് വിമർശകരുടെ വായടപ്പിച്ചു. എന്നാൽ പിന്നീട് ഇങ്ങോട്ട് വിമർശനങ്ങൾക്കും ആരോപണങ്ങൾക്കും കുറച്ചുകൂടി മോശപ്പെട്ട നിറം കൈവന്നു. പ്രതിഭ ലെഗിൻസ് ധരിക്കുന്നുവെന്നും പുരുഷ സുഹൃത്തുക്കൾക്കൊപ്പം ചുറ്റിക്കറങ്ങുന്നുവെന്നുമായിരുന്നു പിന്നീട് വന്ന ആരോപണം. ഈ ആരോപണം പ്രതിഭയെ വല്ലാതങ്ങ് ചൊടിപ്പിച്ചു. ചില സൂര്യ നമ്പൂതിരിപ്പാടുമാരുടെ കുബുദ്ധിയാണ് ഇത്തരം ആരോപണങ്ങൾക്ക് പിന്നിലെന്നായിരുന്നു പ്രതിഭ അന്ന് പ്രതികരിച്ചത്. എന്നാൽ ഇതേ സൂര്യ നമ്പൂതിരിപ്പാട് തന്നെയാണ് പ്രതിഭയുടെയും ഹരിയുടെയും കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾക്കിടയിലെ പ്രധാനപ്പെട്ട വില്ലൻ എന്നും കഥകൾ പ്രചരിച്ചു. ഇരുവരും വിവാഹമോചനത്തിലേക്ക് കടക്കുന്ന സാഹചര്യത്തിൽ ഈ വിഷയം ഏറെ ചർച്ചകൾക്കും ഊഹാപോഹങ്ങൾക്കുമെല്ലാം വഴിവെച്ചു. എന്നാൽ ഈ വിഷയത്തിൽ അനാവശ്യമായ വിവാദങ്ങൾ ഒഴിവാക്കണമെന്ന് അന്ന് പ്രതിഭ തന്റെ വെബ്സൈറ്റിൽ എഴുതിയിട്ട കുറിപ്പിലൂടെ അഭ്യർത്ഥിക്കുകയായിരുന്നു. ഇല കൊഴിഞ്ഞു വീഴുന്ന ശബ്ദം പോലുമില്ലാതെ ആ തീരുമാനമെടുക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത് എന്നും, എന്നാൽ അത് സാധിച്ചില്ല എന്നും, അഭ്യൂഹങ്ങളും ഊഹാപോഹങ്ങളും വേണ്ട എന്നും പ്രതിഭ ആവശ്യപ്പെടുകയായിരുന്നു. പ്രതിഭ MLA എഴുതിയ കുറിപ്പ് ഇങ്ങനെയാണ്: സുഹൃത്തുക്കളെ, വ്യക്തിപരമായി എന്റെ ജീവിതത്തെ സംബന്ധിക്കുന്ന ഒരു തീരുമാനത്തിലൂടെ ഞാൻ കടന്നു പോവുകയാണ്. കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ മനസ്സിലെടുത്ത ഒരു തീരുമാനം അതിന്റെ നിയമപരമായ അനിവാര്യതയിലേക്ക് കടക്കുന്നുവെന്ന് മാത്രം. കുടുംബ കോടതിയിൽ ഞാൻ കേസ് കൊടുത്തു എന്നത് ശരി തന്നെയാണ്. ഇല കൊഴിഞ്ഞു വീഴുന്ന ശബ്ദം പോലുമില്ലാതെ ആ തീരുമാനമെടുക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത്. എന്നാൽ ചില പ്രത്യേക കാരണങ്ങളാൽ അത് കഴിഞ്ഞില്ല. അഭ്യൂഹങ്ങൾക്കും ഊഹാപോഹങ്ങൾക്കുമുള്ള വെളിപ്പെടുത്തലായി ഈ എഴുത്തിനെ കണ്ടാൽ മതി. കഴിഞ്ഞ കുറെ വർഷകാലങ്ങളായി എൻ്റെ മാതാപിതാക്കൾക്കൊപ്പം എൻ്റെ മകനുമായിട്ടാണ് ഞാൻ താമസിക്കുന്നത്. എനിക്കും മിസ്റ്റർ ഹരിക്കും ഞങ്ങൾ എന്താണ് ഇങ്ങനെ കഴിയേണ്ടി വന്നത് എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായി തന്നെ അറിയാം. ഒരാൾ ജനപ്രതിനിധിയായി എന്നതുകൊണ്ട് മാത്രം വ്യക്തിപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ പാടില്ല എന്ന പിന്തിരിപ്പൻ ശാഠ്യമുള്ള ആരെങ്കിലും ഉണ്ട് എങ്കിൽ ദയവ് ചെയ്ത് എന്റെ കാര്യത്തിൽ ഇടപെടാൻ വരരുത്. ഇത് വ്യക്തി ജീവിതത്തിലെ എന്റെ തീരുമാനമാണ്. മാധ്യമങ്ങൾ അനാവശ്യമായി ഈ വിഷയത്തിൽ ഇടപെടരുത്. കാരണം ഇന്നലെ വരെ ഒരേ വീട്ടിൽ പങ്കാളിയോടൊപ്പം ജീവിച്ച് ഒരു സുപ്രഭാതത്തിൽ പിരിയാൻ തീരുമാനിച്ചയാളല്ല ഞാൻ. 10 വർഷമായി 2 സ്ഥലങ്ങളിലായി 2 മനസ്സും 2 ശരീരവുമായി കഴിഞ്ഞവരാണ്. ഇനി കഴിയില്ല ഇതുപോലെ മുന്നോട്ട് പോകാൻ. മകൻ എന്നും 2 പേരുടെയും തന്നെയായിരിക്കും. അവനെ തിരിച്ചറിയാൻ കഴിയുന്നതിനുള്ള എന്റെ കാത്തിരിപ്പിനാണ് ഇവിടെ വിരാമമാകുന്നത്. കൂടെ നിന്നില്ലെങ്കിലും മാറി നിന്ന് കല്ലെറിയരുത്. ജനപ്രതിനിധിയാണ് എങ്കിലും ഞാനും ഒരു സ്ത്രീയാണ്. എങ്ങനെയായിരുന്നു അന്നത്തെ പ്രതിഭയുടെ പോസ്റ്റ്? ഒടുക്കം വിവാഹമോചനം നേടിയതിനെല്ലാം ശേഷം 2019 ഹരിയെ മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിലെ KCB ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ചുങ്കത്തറയിൽ KCB സെക്ഷൻ ഓഫീസിലെ ഓവർസിയറായിരുന്നു ഹരി.